എന്താണ് KYC? എന്താണ് KYCയുടെ ഫുൾ ഫോം? എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KYCയെ കുറിച്ചാണ്. KYCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ. നിങ്ങളുടെ കസ്റ്റമറെ അറിയുക, നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക എന്നർത്ഥം. ഒരു കസ്റ്റമറെ നമ്മൾ അറിയണമെങ്കിൽ എന്ത് വേണം? അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. അവരുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു കസ്റ്റമർ ഇന്ന ആളാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് KYC. അത് KYC എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എന്തൊരു സംഭവം നമുക്കൊരു പിടുത്തം കിട്ടൂല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യത്തിനും, പ്രത്യേകിച്ച് ഒരു ബാങ്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിലും, നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കണമെങ്കിലും, നമ്മളൊരു ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോഴും മറ്റ് ബിസിനസ്സുമായിട്ട് കരാറിൽ ഏർപ്പെടുമ്പോഴൊക്കെ എന്ത് വേണം? നമുക്ക് KYC നിർബന്ധമാണ്. ആ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആവശ്യമാണ് എന്നർത്ഥം. അതിന് പറയുന്ന ഒരു സാങ്കേതിക വാക്കാണ് KYC, നോ യുവർ കസ്റ്റമർ. നമുക്കറിയാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് ചില സമയങ്ങളിൽ നമുക്ക് മെസ്സേജ് വരും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്ക് കോള് വരും, നിങ്ങളുടെ അക്കൗണ്ട് കട്ടായിട്ടുണ്ട്, ഇനാക്റ്റീവ് ആണ്, നിങ്ങളിവിടെ വന്നിട്ട് KYC അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ പല ആളുകളും KYC അപ്ഡേറ്റ് ചെയ്യാൻ എന്താ സംഭവം, ഞാൻ എന്തൊക്കെ രേഖകളാണ് ആവശ്യം, അങ്ങനെ പേടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് KYC എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒന്നുകൂടി നമ്മളെ പ്രൂഫ് കൊടുത്ത് ആ അക്കൗണ്ട് ഒന്ന് പുതുക്കി കൊടുക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ ബാങ്ക് KYC അപ്ഡേറ്റ് ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടൽ ആധാർ കാർഡാണ്. ആധാർ കാർഡ് നിർബന്ധമില്ല, പ്രിഫറൻസ് ആധാർ കാർഡിനാണ് മുൻഗണന, ആധാർ കാർഡ് എന്നർത്ഥം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോട്ടർ ID പറ്റും, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അധിക ബാങ്കുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യപ്പെടലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ KYC അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ KYC തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഓഫ്ലൈൻ KYC ഉണ്ട്, ഓൺലൈൻ KYC ഉണ്ട്. അഥവാ ഓഫ്ലൈൻ KYC എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരിട്ട് ആ ഓഫീസിൽ പോയി, അഥവാ ഏത് ഓഫീസിൽ നിന്നാണ് നിങ്ങളെ KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ആ ഓഫീസിൽ പോയി നമ്മൾ നേരിട്ട് ആധാർ കാർഡിൻ്റെയോ വോട്ടർ IDയുടെയോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെയോ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒക്കെ ഒരു കോപ്പി കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ കൊടുത്ത് നമ്മൾ KYCയുടെ ഫോം വാങ്ങി ഫില്ലപ്പ് ചെയ്ത് സൈൻ ചെയ്ത് തിരിച്ചേൽപ്പിച്ച് പുതുക്കി പോരുന്നതിനെയാണ് എന്തേണ്ടത്? ഓഫ്ലൈൻ KYC അപ്ഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പല ബാങ്കുകളും അല്ലെങ്കിൽ പല ധനകാര്യ സ്ഥാപനങ്ങളും പല ബിസിനസ് സംരംഭങ്ങളും KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് eKYC ഓപ്ഷൻ അവൈലബിൾ ആണ്. eKYC എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ഥാപനത്തിൽ പോകാതെ, പ്രത്യേകിച്ച് ബാങ്കിൽ പോവാതെ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് eKYC എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിർബന്ധമായിട്ടും ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. അങ്ങനെ OTP വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അത് വെച്ചിട്ട് ആധാർ കാർഡ് വെച്ച് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ KYC സമർപ്പിക്കാം. നമ്മളെ അഡ്രസ്സ് ഇതാണ്, നമ്മുടെ പേര് ഇതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമർപ്പിക്കുന്നതിനെയാണ് eKYC. ഓൺലൈനായിട്ട് ചെയ്യുന്നതിനാണ് eKYC എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നതിനാണ് KYC എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ KYC അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് വരുമ്പോൾ, ഞാൻ മറ്റ് വീഡിയോകളൊക്കെ പറഞ്ഞ പോലെ തന്നെ, ഇവർ ഈ ബാങ്കിൽ തന്നെയാണോ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളത്? ഈ തട്ടിപ്പല്ലല്ലോ, ഫേക്ക് അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കുക, ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നിങ്ങളെ KYC അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ് വാട്സപ്പിലൊക്കെ എന്തെങ്കിലും ലിങ്ക് വന്ന് ക്ലിക്ക് ചെയ്ത് അതിലൊന്നും ഒരിക്കലും നമ്മളെ ആധാർ കാർഡ് നമ്പറോ അതല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസോ അതുപോലെ തന്നെ പാൻ നമ്പർ, നമ്മുടെ ATM കാർഡിൻ്റെ നമ്പർ, അതുപോലെ തന്നെ അതിൻ്റെ പിൻ നമ്പർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, കാര്യങ്ങളും നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. കാരണം അങ്ങനെ നമുക്ക് eKYC അല്ലെങ്കിൽ നിങ്ങളെ KYC അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഹോം ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, നമ്മളെ ബ്രാഞ്ച്. ഉദാഹരണം, നമ്മളെ അക്കൗണ്ട് എടുത്ത നമുക്കൊരു ബ്രാഞ്ച് ഉണ്ടാവും. ഉദാഹരണം പറയാം, SBI ആണെങ്കിൽ SBI ഇന്ത്യ മൊത്തത്തിലുള്ളതാണ് SBI, വിദേശത്തുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ബ്രാഞ്ച് ഏതാണോ, നമ്മളെ അക്കൗണ്ട് ഏത് ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്, ആ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് ഹോം ബ്രാഞ്ച്. അപ്പോൾ നമ്മളെ ബ്രാഞ്ചിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങളെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആണ്,
കട്ടായി കിടക്കുകയാണ്. അതുകൊണ്ട് അത് ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ, പുനർജീവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, ഫോട്ടോ വേണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നപ്പോൾ ഇത് ശരിയാണോ, ഞാൻ ചെയ്യേണ്ടതുണ്ടോ, അത് ഓൺലൈനിൽ ചെയ്താൽ മതിയോ, ബാങ്കിൽ വരണോ, ഇത് സത്യമാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് ബാങ്കിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിൽ ഊന്നൽ നൽകുന്നത്, വീണ്ടും വീണ്ടും പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷൊക്കെ അടിച്ചു മാറ്റും, പൈസ പോവും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതല്ലാതെ ലിങ്ക് വരുന്ന ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട്, അപ്പോൾ ഞാൻ ആ അക്കൗണ്ട് കട്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാവുമെന്ന് വിചാരിച്ച് ചാടി കയറി നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും പിൻ നമ്പറും ATM നമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് എന്താ സംഭവിക്കാറോ, നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ള എന്താണ്, നിങ്ങളെ അക്കൗണ്ട് സേഫ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യണം എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സേഫ് അല്ല, സേഫ് ആവാതൊക്കെയാണ് ചെയ്യുക, അൺസേഫ് ആവുക ചെയ്യുക. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് KYC. അപ്പോൾ KYC എന്ന് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പ്രൂഫുമായി ആ സ്ഥാപനവുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻഗണന ആധാർ കാർഡിന് തന്നെയാണ്. പിന്നെ പാൻ കാർഡ് ഉള്ളവർ, ബാങ്കിലാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പാൻ കാർഡ് ഉള്ളവർ പാൻ കാർഡിൻ്റെ കോപ്പി കയ്യിൽ വെക്കുക, ഒരു കോപ്പി ഫോട്ടോയുമായി പോയി പ്രത്യേകിച്ച് ബാങ്കിൽ പോയിട്ട് നമ്മളത് KYC അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്യാസിനൊക്കെയാണ് നമ്മൾ KYC കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാലോ, ആധാർ കാർഡ് മാത്രം മതി, ഫോട്ടോ മതി. ഓക്കെ, അപ്പോൾ KYC ബന്ധപ്പെട്ട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നൗ സലാം ടെക് വറ്റൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.